ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം പുറത്തിറങ്ങിയതോടെ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് തൊടുപുഴയ്ക്ക് സമീപം വാഴത്തലയിലുള്ള ജോർജ് കുട്ടിയുടെ വീട്. പതിറ്റാണ്ടുകൾ ഇന്ത്യൻ സിനിമയെ ത്രസിപ്പിച്ച കേന്ദ്രബിന്ദുവായ ഈ വീട് ഇന്ന് സിനിമാ പ്രേമികളുടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. സിനിമാ പ്രേമികൾക്ക് ഈ വീട് വെറുമൊരു കെട്ടിടമല്ല, കഴിഞ്ഞൊരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തിയ ദൃശ്യ പ്രപഞ്ചത്തിന്റെ ഹൃദയഭാഗമാണ്. തൊടുപുഴ വഴിത്തലയിലെ മടത്തിൽപ്പറമ്പിൽ MK ജോസഫിന്റെ ഈ വീടാണ് ദൃശ്യത്തിന്റെ 3 ഭാഗങ്ങളിലും ജോർജ് കുട്ടിയുടെ വീടായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. ദൃശ്യം 3 റിലീസ് ചെയ്തതോടെ ഈ വീടും പറമ്പും വീണ്ടും ചർച്ചയാവുകയാണ്. 13 ദിവസത്തെ ഷൂട്ടിങ്ങിനായിരുന്നു ഇത്തവണ വീട് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അദ്ദേഹം കഥയിലെ ഒരു കാശുകാരനായിട്ടാണ് 3-ാം തവണ വന്നത്. അപ്പോൾ അതനുസരിച്ച് വീടിന് അവരുടേതായ പ്ലാനിൽ മോഡിഫിക്കേഷൻ നടത്തി. ഇനി നമുക്ക് ഈ ഭൂശിഷ്ടം അല്ലെങ്കിൽ അവർ മാറ്റിത്തരും, ഒരു കുഴപ്പമില്ല. അവരെല്ലാ കാര്യത്തിലും ഡീസൻ്റാണ്. വീണ്ടും ഒരു ഷൂട്ട് വേറൊരു സിനിമയുടെ വരുവാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യും. ഒത്തിരി ആൾക്കാർ വന്ന് പോകുന്നുണ്ട് ആ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആയിട്ട്. ഷൂട്ട് നടന്ന പ്രധാനപ്പെട്ട സ്ഥലത്തെ സംഭവവികാസങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. വരുൺ പ്രഭാകരന്റെ കൊലപാതകവും ഇത് മറച്ചുവെക്കാൻ ജോർജ് കുട്ടി നടത്തുന്ന ആസൂത്രണങ്ങളുമൊക്കെ നടന്നത് ഈ വീടിനുള്ളിൽ വെച്ചാണ്. ഷൂട്ടിംഗ് ദിനങ്ങളിലും അല്ലാത്തപ്പോഴും സിനിമാ പ്രേമികൾ ഈ വീട്ടിലേക്ക് എത്താറുണ്ടെന്നാണ് ജോസഫ് പറയുന്നത്. വരുന്നവരെ സ്വീകരിക്കാനും ഈ കർഷകൻ തയ്യാറാണ്. വീട് മാത്രമല്ല, തൊടുപുഴയ്ക്ക് സമീപത്തെ ദൃശ്യം ചിത്രീകരിച്ച മറ്റിടങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. വീടിരിക്കുന്ന സ്ഥലമായ വഴിത്തലയിലെ ബേക്കറിയിൽ ഉൾപ്പെടെ ഇത്തവണ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. വാഗമൺ, എറണാകുളം, തൊടുപുഴ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ഷെഡ്യൂൾ. ന്യൂസ് 18 തൊടുപുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.